നാളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബാബുൻ നദർ നേർച്ചയിൽ പറയുന്ന ബാബ്. നദർ എന്ന് പറഞ്ഞാൽ ഖൈറായ കാര്യം കൊണ്ടോ ഷർറായ കാര്യം കൊണ്ടോ വഅദ ചെയ്യുക, അതിനാണ് നേർച്ച. അൽ വഅദു ബി ഖൈരിൻ ഔ ശർറിൻ എന്നതാണ് ലോകത്തിൽ നേർച്ച എന്ന് പറഞ്ഞത്. ഞാൻ രണ്ട് ഇടിയടിക്കാൻ നേർച്ചയാക്കുന്നത് പിന്നെ അതാണ് ലുഗത്തന്നൽ വഅദു ബി ഖൈരിൻ ഔ ശർറിൻ. അതിന് ശറഈന്റെ അർത്ഥം കൊടുത്താൽ ഇൽതിസാമു ഖുർബത്തിൽ ലം തൽസം ബി അസ്ലി ശറ. ശറഈന്റെ അടിസ്ഥാനം കൊണ്ട് നിർബന്ധമാകാത്ത ഒരു കാര്യത്തിനെ, ഒരു ഇബാദത്തിനെ നിർബന്ധമാക്കി എടുക്കുക. വാക്കുകൊണ്ട് നിർബന്ധമാകും. രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കലോ നിർബന്ധമില്ല. ഞാൻ സുന്നത്ത് നേർച്ചയാക്കിയതായ നിർബന്ധമാകും. ലായസിഹുന്നതൊരു നേർച്ച ശരിയാവുന്നതല്ല ഇല്ലാമിൻ മുസ്ലിമിൻ മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മത നിയമങ്ങൾ കൊണ്ട് ശാസിക്കപ്പെടുന്ന മുസ്ലിമിൽ നിന്നല്ലാതെ. കാഫിര്യങ്ങൾ നേർച്ചയാക്കിയാലും കുട്ടികൾ നേർച്ചയാക്കിയാലും മജ്നൂന് നേർച്ചയാക്കിയാലും മുഹമ്മദ് നേർച്ചയാക്കിയാലൊന്നും പറ്റുകയില്ല. മുക്കല്ലഫി ഖുർബത്തിൻ, ഒരു ആരാധനയിലാകണം നേർച്ച. അത് ബില്ലഫ്ള്, ലഫ്ള് കൊണ്ടാണ് നേർച്ച. ബില്ലഫ്ള് എന്നുള്ളത് അസഹാണ്, കരുതിയാലും മതിയാകും എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പം പള്ളിയിൽ കയറുമ്പോൾ ഇത്തിഖാഫിനെ കരുതിയില്ല, കരുതാതെ കഴിയും. നിസ്കാരത്തിനിടയിൽ ഓർമ്മ വന്നാൽ കരുതാ അവിടെ നേർച്ചയാക്കാം, പറയേണ്ട നിശ്ചയമില്ല. കൽബ് കൊണ്ട് എന്ത് ചെയ്യാം, നേർച്ചയാക്കുന്നത്. ഞാനിവിടെ ഇത്തിഖാഫ് നവയത്തുൽ ഇത്തിഖാഫ, അത് കൽബ് കൊണ്ട് ഇങ്ങനെ കരുതാനും മതിയാവും. വഹുവ ലില്ലാഹി, വഹുവ ലഫ്ള് ലില്ലാഹി അലയ്യ കഥാ എന്നാണ്. ലില്ലാഹി അല്ലാഹുവിനുണ്ട്, അലയ്യ എന്റെ മേൽ കേടായിട്ട് കഥ ഇന്നതുണ്ട്. ലില്ലാഹി അലയ്യ കഥ, അല്ലെങ്കിൽ ലഹു അലയ്യ കഥ, അങ്ങനെയും പറഞ്ഞു. അള്ളാഹിന്റെ ജലാലത്തിന് സുബ്ഹാനഹു കൂടാതെ അങ്ങനെ പറഞ്ഞാലും മതിയാവും. അപ്പൊ നേർച്ചയാക്കിയാൽ എന്ത് ചെയ്യും? ഫയൽസമുഹു, നേർച്ചയാക്കിയവന് നിർബന്ധമാകും അല്ലിത്തിയാനു ബിഹി, ആ നേർച്ചയാക്കി നിർബന്ധമായ ഒന്നിനെ കൊണ്ടുവരൽ നിർബന്ധമാകും. അപ്പൊ ഈ നേർച്ചയ്ക്ക് തബറുസിന്റെ മുനജ്ജസായ നേർച്ച എന്ന് പറയും. ഈ മുനജ്ജസ് മറ്റൊന്നിനോട് ബന്ധിക്കൽ കൂടാതെ, രോഗം ശിഫയാക്കിയാൽ ഞാൻ ഇന്നത് കൊടുത്തേക്കാം, അത് നദറു തബറുസിൻ മുഅല്ലഖിൻ. മറ്റത് നദറു തബറുസിൽ മുനജ്ജസായ നേർച്ച. ഇനി മുഅല്ലഖായ നേർച്ച. വമൻ, ഒരാൾ അല്ലഖ, അതാണ് മുഅല്ലഖ്. നദറു മുഅല്ലഖാനി പറയുന്നത്. വമൻ, ഒരാൾ അല്ലഖൻ നദറ, നേർച്ചയാക്കി, നദറിനെ നേർച്ചയാക്കി, അലാ ഷൈഇൻ, ഒരു ഷൈഇന്റെ മേൽ. ഷൈഇൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. ഫഖാല, ഇതിന്റെ തഫ്സീലാണ്. ഇൻ ശഫല്ലാഹു മരീദി ഫഅലയ്യ കദാ, അല്ലാഹു എന്റെ രോഗിയെ ശിഫയാക്കിയാൽ എന്റെ മേൽ ഇന്നതുണ്ട്. അല്ലെങ്കിൽ മറലി എന്ന് പറഞ്ഞാൽ എന്റെ രോഗം ശിഫയാക്കിയാൽ ഇന്നതുണ്ട്, അങ്ങനെ പറയാം. മരീദീനാ ഉള്ളത്. ഫഅലയ്യ കദാ, അപ്പൊ ലസിമഹു, നിർബന്ധമാകും. അൽ വഫാഹു, പൂർത്തിയാക്കാൻ നിർബന്ധമാകും. ബിമൽ തദമഹു, അവൻ ഏറ്റെടുത്ത, അവൻ ഇൽത്തിസാമ് ചെയ്ത, അവന്റെ നഫ്സിന് വേണ്ടി ഏറ്റെടുത്ത ഒന്നിനെ പൂർത്തിയാക്കണം. എപ്പോഴും ഇന്ദ ശിഫാഇ, ശിഫ ഉണ്ടാകുമ്പോൾ ഇന്ദ ശിഫാഇ, മനസ്സിലായി? ഇനി വമൻ നദറ, ഈ നേർച്ച കേട്ടോ. ഇനി നേർച്ച കുറ്റകരമാണ് നേർച്ച. ആളങ്ങനെ കുറ്റകരമായൊരു കാര്യം നേർച്ചയാക്കിയാൽ അവിടെ നേർച്ച കെട്ടുകൊടുക്കും. കെട്ടുപടിയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പക്ഷേ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കെട്ടുപെടുന്നില്ല എന്ന് കഫാറത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ പറയും. അമ്മൻ, ഒരാൾ നദറ നേർച്ചയാക്കി, അല്ല വജിഹില്ലി ജാതി, തർക്കത്തിന്റെ മാർഗനെ, തർക്കം, ഹുസൂമത്ത്, ദേഷ്യം പിടിച്ചിട്ടൊക്കെ നേർച്ചയാക്കും.
എന്നിട്ട് ഇപ്പൊ കാലാന്റെ തഫ്സീൽ പറയാം, ഇൻകല്ലം ദുസൈദൻ ഫഅലയ്യുകദാന്ന്, ഞാൻ സൈദിനോട് സംസാരിച്ചാൽ 1000 രൂപ കൊടുത്തേക്കാം, പള്ളിക്ക് കൊടുത്തേക്കാം. അവന് സംസാരിക്കാതെ ഇങ്ങനെ പോകണം, പോകാനും പറ്റില്ലല്ലോ. സംസാരിക്കാതെ ഇങ്ങനെ പോകാനും പറ്റില്ല. 3 വർഷം കൊണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സംസാരിക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം. അതാ ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം, അതാ, അല്ലെങ്കിൽ ഇനി പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. അതാണ് ഫഹുവ അവൻ ബിൽ ഖിയാർ, അവന്റേതായ തെരഞ്ഞെടുപ്പിലാണ്, അവന്റെ ഇഷ്ടത്തിലാണ്. ഇതാ കല്ലമഹു സംസാരിക്കുകയാണെങ്കിൽ ബൈനൽ വഫാഇ പൂർത്തിയാക്കുന്നതിന്റെ ഇടയിലും ബൈന കഫാറത്തിന്റെ യമീനി സംസാരിക്കേണ്ടി വരുമല്ലോ എന്തായാലും. അപ്പൊ അതിന് യമീന്റെ സക്കാത്ത് പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. അത് പിന്നീട് വരും. 3 വർഷത്തെ നോമ്പാണെന്നോ 6-7 മിസ്കിന്മാർക്ക് ഭക്ഷിപ്പിക്കലാന്നൊക്കെ സംസാരിക്കണം. പൂർത്തിയാക്കൽ എങ്ങനെയാണ്? സംസാരിക്കാതെ ഇങ്ങനെ പോകും, അത് ശരിയാവില്ലല്ലോ. ഇതാ കല്ലമഹു ബൈനൽ വഫാ, സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ കൊടുക്കണം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം? കഫാർത്ത് ചെയ്യണം. അത് രണ്ടാലും ചെയ്യാം. ഫൈനദറൽ ഹജ്ജ്, ഹജ്ജിനെ നേർച്ചയാക്കിയ ഒരാൾ റാക്കിബൻ, നടന്നു പോകാൻ ഹജ്ജിന്, അല്ല വാഹനത്തിൽ പോകാൻ, അങ്ങനെ എന്ത് ചെയ്തു? നടന്നങ്ങ് പോയി, ആയിക്കോട്ടെ. അല്ലെങ്കിൽ നടന്നു പോകാൻ ഹജ്ജിനെ നേർച്ചയാക്കി, നടന്നു പോകാമെന്ന് നേർച്ചയാക്കിയിട്ട് എന്ത് ചെയ്തു? വാഹനത്തിൽ പോയി. ഹജ്ജ റാക്കിബൻ, എന്നാ അജിദാഹു, അവനത് മതിയാകും. പക്ഷേ വഅലൈഹി ദമുൻ, ഒരു മൃഗത്തിനെ അറുത്തു കൊടുക്കണം. ഇനി ചില സ്ഥലങ്ങളിൽ പോകാൻ നേർച്ചയ്ക്ക് അവിടെ തന്നെ പോകേണ്ടി വരും, വേറെ സ്ഥലം പറ്റില്ല. അതിന് പറയാൻ പറ്റും മക്കാനിയായ നിലയിൽ തഈനാവുന്ന സ്ഥലങ്ങൾ. ഫൈനദറ, ഒരാൾ നേർച്ചയാക്കാൻ പുതിയ പോകലിനെ ഇലൽ കഅബയിലേക്ക് പോകാൻ നേർച്ചയാക്കിയ മസ്ജിദുൽ മദീനയിലേക്കോ മസ്ജിദുൽ അഖ്സയിലേക്കോ ലസിമഹു ദാലിക, അത് അവിടെ തന്നെ പോകേണ്ടി വരും. അല്ല, മസ്ജിദുൽ അഖ്സയിൽ സുന്നത്തീകരിക്കാൻ നേർച്ചയാക്കിയതാണ്. അതിന് പറയാം വയജിബ്, നിർബന്ധമാവും ഈ അഖ്സദൽ കഅബത്തെ, കഅബയാകുമ്പം കരുതണം. ഈ ഹജ്ജിന്റെ ഉംറത്തും വെറുതെ കഅബയിൽ പോകാൻ പാടില്ല. കഅബയിൽ വെറുതെ ആകല്ലേ, സുന്നത്ത് ഇങ്ങനെ വേണം. ഒന്നുകിൽ അവിടെ ഹജ്ജിന് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി. കാരണം എന്താണ്? അതാണ് അതിന് വേണ്ടിയിട്ടാണ് എടുത്തെത്തി കഅബ ശരീഫ് എടുത്തിട്ടേക്കുന്നത്. ഇല്ല അന്നൽ അസ്ലഫിൽ നിത്യാനയിലേക്ക, കഅബ ശരീഫിലേക്ക് പോകുന്നതിന്റെ അടിസ്ഥാന ഹജ്ജോ അല്ലെങ്കിൽ ഉംറയോ ആണ്. വയജിബ്, നിർബന്ധമാകും ഈ അഖ്സദൽ കഅബത്തെ ബിഹജ്ജിനെ ഉംറത്ത്, അതൊക്കെ നിർബന്ധം, വേണമെങ്കിൽ ചെയ്യാം. ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും കഅബയെ കരുതൽ നിർബന്ധമാകും. കഅബയെ കരുതിയാൽ ഹജ്ജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഉംറ ചെയ്യേണ്ടി വരും. ഉംറയുടെ കാലഘട്ടമാണെങ്കിൽ, ഹജ്ജിന്റെ കാലഘട്ടമാണ് ഹജ്ജ് ചെയ്യും. വയുസല്ലി, അവൻ നിസ്കരിക്കുകയും ചെയ്യാം. ഈ മസ്ജിദുൽ മദീനത്തെ ബിൽ അഖ്സാവ് യഅ്തകിഫ, നിസ്കരിക്കലും നിർബന്ധമാകും ഫീൽ മസ്ജിദുൽ മദീനയിലെ. അപ്പോൾ പള്ളിയിൽ പോകാൻ നേർച്ചയായി പള്ളിയിൽ പോയാൽ മാത്രം പോരാ, കഅബയിലേക്കാണ് പോകുന്നതെങ്കിൽ രണ്ടാലൊന്നും. മറ്റുള്ള പള്ളിയിലേക്കാണെങ്കിലോ 2 റക്അത്ത് നിസ്കരിക്കണം, നിസ്കരിക്കുക, അല്ലെങ്കിൽ അവിടെ ഭജനിരുന്നാലും മതി. രണ്ടാമത്തെ കാര്യം ചെയ്യണം. പിന്നെ തറപ്പറാൻ നേർച്ചയാക്കിയാൽ മുന്നിയില്ല ഒരു ബാക്കിയുള്ള പള്ളിയിലേക്ക്, മറ്റേ പള്ളിയിൽ പോകാൻ നേർച്ചയാക്കി, കടുവ പള്ളി പോകാൻ, മീവാ പള്ളി പോകാൻ, അത് വേണമെങ്കിൽ വേണം. ഞാൻ മസാജിദിലും അവിടെ പോകാൻ നിർബന്ധം. മീവാ പള്ളിയിൽ പോകാനൊന്ന് നേർച്ചയാക്കുന്നുണ്ട്, നൗർ പള്ളി പോകാൻ നേർച്ചയാക്കി. പക്ഷെ അവിടെ ഇപ്പോൾ ആമിൻ നാസിൻ്റെ അടുക്കൽ നൗർ പള്ളി പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ കിടക്കുന്ന മഹാനെ പോയി സിയാറത്ത് ചെയ്യാൻ നേർച്ചയാക്കാന്നാണ്. അപ്പോൾ നിർബന്ധം അവിടെ പോയി തന്നെ സിയാറത്ത് ചെയ്യേണ്ടി വരും. പള്ളി അവിടെ പറയാം, പള്ളി ഹയത്തില്ല, പള്ളിയായ നിലയിൽ അവർ റസൂലുള്ളാഹിന്റെ ഹദീസിനെ കൊണ്ട് ലാ തുസദ്ദുറിഹാലു ഇല്ലാ തലാത്തി മസാജിദാൻ, 3 പള്ളികളിലേക്കല്ലാതെ യാത്ര പോകരുതെന്നുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ ഹദീസിൽ. വാഹനം കെട്ടിപ്പോകരുതെന്ന്. പള്ളിയായ അടിസ്ഥാനത്തിൽ 3 പള്ളിയിലേക്ക് വാഹനം കെട്ടിപ്പോകാൻ പാടില്ല. വേറെ എങ്ങും വാഹനത്തിൽ പോകാൻ പാടില്ല എന്നതിന് അർത്ഥമില്ലല്ലോ. മക്ബറയിൽ പോകാൻ സിയാറത്ത്, മക്ബറ ഇങ്ങോട്ട് എടുത്തില്ല, ഖബർ ഇങ്ങോട്ട് വിടില്ല, നമ്മളങ്ങോട്ട് പോയല്ലേ പറ്റും. വമൻ, ഒരാളാവുന്നത് തൽസും നെതർ, അയാൾ നേർച്ചയാക്കി. സൗമസനത്തിന്, ഒരു കൊല്ലം നേർച്ചയാക്കി, 1 കൊല്ലം നോമ്പ് പിടിച്ചേക്കാൻ നേർച്ചയാക്കാൻ എന്ത് ചെയ്യും? ഈ അയിനിക ഇന്ന കൊല്ലം 1920 എന്ന് പറഞ്ഞു നേർച്ചയാക്കി നേർച്ച പിടിക്കണം. നിലം വെക്കുന്നത് അയാൾ വീട്ടണ്ട, അയ്യാമൽ എഴുതി
ഇപ്പം 2 പെരുന്നാൾ നിസ്കാരത്തിലും തശ്രീഖ് അയ്യാമത്തെ തശ്രീഖിന്റെ 3 ദിവസവും ബാക്കി എല്ലാ ദിവസവും പിടിക്കണം. റമദാനിൽ പിന്നെ റമദാൻ തമ്മിലല്ലോ, അതിനൊക്കെ തന്നെ പെണ്ണാണെങ്കിൽ അയ്യാമൽ ഹൈദ് വൻ നിവാസി അതും വേണ്ട. അമ്മൻ ഒരാൾ നെതറെ നേർച്ചയാക്കി സ്വലാത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി ഒരൊക്കെ നിസ്കരിച്ചാൽ പോരാ, 2 റക്അത്ത് കുറഞ്ഞ് നിസ്കരിക്കും. ലസിമഹുറക്കായത്താനി അവ ഇത്തുക്കൻ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിച്ചേക്കാൻ നേർച്ച. എന്നാൽ അധികാനം മതിയാകും. മായക്കാണെങ്കിൽ അടിമ എന്ന പേര് ആർക്കാണോ പറ്റുന്ന അവരെ പിടിച്ച് നേർച്ചേക്കാൻ. ഇത്ര രൂപയ്ക്ക് വലിയ വിലയുള്ളത് അതൊന്നും വേണമെന്നില്ല. അടിമ എന്ന ആർക്ക് പേര് പറയും? അത് മുസ്ലിമത്തിനും പറയും, കാഫിറത്തിനും പറയും, മുസ്ലിമിനും പറയും, കാഫിറിനും പറയും, ശരീരത്തിനും പറയും, കബീറത്തിനും. ഏതെങ്കിലും അടിമയെ പഠിച്ചങ്ങ് മോചിപ്പിച്ചാൽ